ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി അയ്യപ്പൻ എഴുതിയ മാഡ്നസ് എന്ന ഷോർട്ട് സ്റ്റോറിയെ കുറിച്ചാണ്. ആദ്യം നമുക്ക് ഓഥർ ഇൻട്രൊഡക്ഷൻ നോക്കാം. സി അയ്യപ്പൻ എറണാകുളം ജില്ലയിലെ കീഴിലത്ത് 1949 1949 ജനിച്ചത്. ശ്രീശങ്കര വിദ്യാപീഠം, എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആക്കിയത്. അതുപോലെ തന്നെ 1978 മുതൽ 1978 മുതൽ അദ്ദേഹം ഡിഫറെൻറ്റ് കോളേജസിൽ മലയാളം ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ നിന്ന് അദ്ദേഹം പ്രിൻസിപ്പലായ ശേഷമാണ് റിട്ടയർഡ് ആയത്. അദ്ദേഹത്തിൻ്റെ വൈഫ് ലളിത മുൻ എംപിയും എഴുത്തുകാരനുമായിരുന്ന TKC വടുതലയുടെ മകളാണ്. സി അയ്യപ്പൻ 2011 ഓഗസ്റ്റിലാണ് അന്തരിച്ചത്. സി അയ്യപ്പൻ തൻ്റെ സ്കൂൾ ഡേയ്സ് മുതൽ തന്നെ തൻ്റെ റൈറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തൻ്റെ എഴുത്തുകളൊക്കെ എഴുതി തുടങ്ങിയത് തൻ്റെ സ്കൂൾ ഡേയ്സ് മുതലാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ വിരലിലുണ്ടാവുന്ന വർക്ക്സ് മാത്രമേ ഈ ഒരു കാലഘട്ടം വരെയും പബ്ലിഷ് ആയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്ന് പറയുന്നത് ഉച്ചയുറക്കത്തിലെ സ്വപ്നങ്ങൾ, അത് പബ്ലിഷ് ചെയ്തത് 1986. അതുപോലെ തന്നെ ഞണ്ടുകൾ പബ്ലിഷ് ചെയ്തത് 2003. അതുപോലെ സി അയ്യപ്പൻ്റെ കഥകൾ പബ്ലിഷ് ചെയ്തത് 2008. നമ്മളുടെ ഓഥർ സി അയ്യപ്പൻ ദളിത് കാറ്റഗറിയിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. അത് അദ്ദേഹത്തിൻ്റെ വർക്കിൽ നന്നായി എടുത്ത് കാണിക്കുന്നുമുണ്ട്. അദ്ദേഹത്തെ ഒരു മലയാളം ദളിത് റൈറ്റിങ്ങിലെ ഒരു പവർഫുൾ പ്രൊപ്പോണൻ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്താണ് പറയുക, തൻ്റെ സ്ട്രോങ് ആൻഡ് ഇൻറ്റൻസ് സ്റ്റൈലിലൂടെ ദളിത് പീപ്പിളുടെ ലൈഫ് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സി അയ്യപ്പൻ്റെ കഥകൾ എന്ന അദ്ദേഹത്തിൻ്റെ വർക്കിൽ നിന്നുമാണ് മാഡ്നസ് എന്ന ഷോർട്ട് സ്റ്റോറി എടുത്തിരിക്കുന്നത്. ഇത് ഒറിജിനലി എഴുതിയിരുന്നത് മലയാളത്തിലാണ്. പിന്നീട് VC ഹാരിസ് ആണ് ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. മലയാളത്തിൽ ഇതിൻ്റെ ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്നത് ഭ്രാന്ത എന്നാണ് അതിൻ്റെ ടൈറ്റിൽ നെയിം. അതുപോലെ തന്നെ ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്ന ഒരു ഫോം എന്ന് പറയുന്നത് മോണലോഗ് ഫോമിലാണ്. എന്താണ് മോണലോഗ്? ഒരു സിംഗിൾ പേഴ്സൺ അദ്ദേഹത്തിൻ്റെ തോട്ട്സും ഫീലിങ്സും ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് മോണലോഗ് എന്ന് പറയുക. അങ്ങനെ ഒരു ഫോമിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ടൈറ്റിൽ ഒരു മെറ്റഫർ തന്നെയാണ്. അതായത് മാഡ്നസ് ഇവിടെ മെറ്റഫർ എന്ന രീതിക്കാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും പ്രോഗ്രസീവ് സ്റ്റേറ്റായ കേരളത്തിൽ പോലും ദളിത് കമ്മ്യൂണിറ്റീസിന് ചുറ്റും ഇവിടെയും സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട് എന്ന് കൂടെ സി അയ്യപ്പൻ നമുക്ക് കാണിച്ചു തരികയാണ്. ഇതിൽ ഈ എൻറ്റയർ സ്റ്റോറിയുടെ ഒരു ചെറിയ അത് എന്ന് പറയുന്നത്, ഇതിലെ പ്രൊട്ടഗോണിസ്റ്റായ കൃഷ്ണൻകുട്ടി മാസ്റ്റർ എന്ന് പറയുന്ന ക്യാരക്ടർ തൻ്റെ മെൻ്റലി ഡിസേബിൾഡായ അനിയത്തിയെ ഇഗ്നോർ ചെയ്യുന്നു. അതിന് അദ്ദേഹം കുറച്ച് ജസ്റ്റിഫിക്കേഷൻ എന്ന രീതിക്ക് കുറച്ച് റീസൺസ് പറയുന്നു. അതാണ് ഈ ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സമ്മറിയിലേക്ക് കിടക്കാം. ഇതിൽ പ്രൊട്ടഗോണിസ്റ്റായ കൃഷ്ണൻകുട്ടി മാസ്റ്റർ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ടീച്ചറാണ്. അദ്ദേഹത്തിന് മറ്റു ഹയർ കമ്മ്യൂണിറ്റീസിൽ അല്ലെങ്കിൽ ഹയർ കാസ്റ്റ് പീപ്പിളിന് കിട്ടുന്ന അതേ പ്രിവിലേജസ് ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ഫെയർ സ്കിൻ ടോണിലുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ വൈഫും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളും ഒക്കെ ഒരു ഫെയർ സ്കിൻ ടോണിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള അവിടെയുള്ളവർ വിചാരിച്ചത് ഇദ്ദേഹം ഒരു ഹയർ കാസ്റ്റ് പേഴ്സൺ ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടും പിന്നെ അദ്ദേഹം ഒരു ടീച്ചർ ആയതുകൊണ്ടും തന്നെ എല്ലാവരും അദ്ദേഹത്തിന് നല്ലൊരു സോഷ്യൽ പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്. അദ്ദേഹവും ആ സോഷ്യൽ സ്റ്റാറ്റസിൽ വളരെ സന്തുഷ്ടനാണ്. അങ്ങനെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് അദ്ദേഹത്തിന് കിട്ടിയതിൽ വളരെയധികം സന്തുഷ്ടനാണ്. കാരണം ആസ് എ ദളിത് പേഴ്സൺ ചെറുപ്പകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡ് ലൈഫിൽ അദ്ദേഹം ഒരുപാട് ദളിത് എന്ന രീതിക്ക് ഒരുപാട് കളിയാക്കലുകളും അതുപോലെ ഒരുപാട് മോക്കിങ്ങിനൊക്കെ ഇദ്ദേഹം വിക്റ്റിമായിട്ടുണ്ട്. അപ്പോൾ പിന്നീട് അങ്ങനെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ തൻ്റെ അനിയത്തെ ഇഗ്നോർ ചെയ്യാൻ കാരണമെന്ന് പറയുന്നത് ക്ലാസ് ആൻഡ് കളർ കോൺഷ്യസ്നെസ്. ആ ഒരു ക്ലാസ് ആൻഡ് കളർ കോൺഷ്യസ്നെസ് കൊണ്ടാണ് തൻ്റെ അനിയത്തെ പോലും ഇഗ്നോർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്. ഇതിലെ പ്രോട്ടോകോണിസ്റ്റായ കൃഷ്ണൻകുട്ടി 2-3 ദിവസത്തിന് മുമ്പ് നടന്ന ഒരു ഇൻസിഡൻറ്റ് റീകോൾ ചെയ്തിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിക്കുള്ള ഒരു മോണലോഗ് ഫോമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കൃഷ്ണൻകുട്ടി പറയുന്നത് 2-3 ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ അനിയത്തി ഓൾറെഡി മെൻ്റലി ഡിസേബിൾഡായ തൻ്റെ അനിയത്തിയുടെ കണ്ടീഷൻ വേഴ്സായി. അപ്പോൾ അവിടുത്തെ നാട്ടുകാരും അതേപോലെ തന്നെ കൃഷ്ണൻകുട്ടിയുടെ ഒരു ഫ്രണ്ട്, ഒരു നൈബർ, ഒരു പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടും എല്ലാവരും ചേർന്ന് അവളെ ടൗണിലേക്ക് കൊണ്ടുവന്നു. കൃഷ്ണൻകുട്ടിയുടെ അനിയത്തിയെ അദ്ദേഹത്തിൻ്റെ ഹെൽപ്പോടു കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് അവളെ ടൗണിലേക്ക് ഇവരെല്ലാവരും കൂടെ കൊണ്ടുവന്നത്.
അറ്റ് ദ സെയിം ടൈം അവളുടെ മെഡിക്കൽ എക്സ്പെൻസീവും ഒക്കെ ഇവരെല്ലാവരും കൂടെ പൈസ പിരിച്ചെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഹെൽപ്പ്, ഒരു സപ്പോർട്ട് എന്ന രീതിക്ക് കൂടെ വരാനായിട്ടാണ് അവളുടെ ബ്രദറായ കൃഷ്ണൻകുട്ടിയെ വിളിച്ചത്. പക്ഷേ കൃഷ്ണൻകുട്ടി ഇതിനെല്ലാം നേരെ ഓപ്പോസിറ്റായിട്ടാണ് റിയാക്ട് ചെയ്തത്. അത്രയും ക്രൂവലായിട്ട് ആരും മനസ്സിൽ പോലും വിചാരിക്കാത്ത രീതിക്ക് ഇവരെല്ലാവരെയും തൻ്റെ അനിയത്തിയോടൊപ്പം കണ്ടപ്പോൾ അദ്ദേഹം വേഗം വാതിലടച്ച് അവരെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. ഒരു ബ്രദർ എന്ന നിലയ്ക്ക് കൃഷ്ണൻകുട്ടി എന്ത് ചെയ്തിരിക്കണം? ഹീ ഷുഡ് ഹാവ് അക്കംപനീഡ് വിത്ത് ഹർ അല്ലേ? കാരണം ഒന്നാമത് മെൻ്റലി ഡിസേബിൾഡ് ആയ ഒരു കുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ അനിയത്തി. അതുപോലെ തന്നെ അൺമാരീഡ് ആണ്, പാരൻസ് ഇല്ല, ആരുമില്ലാത്തൊരു പാരൻസൊക്കെ മരിച്ചുപോയി. അപ്പോൾ ആരുമില്ലാത്ത ഒരു കുട്ടി കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടും അദ്ദേഹം എന്ത് ചെയ്തിരിക്കണം? അവരുടെ കൂടെ പോയിരിക്കണം. അതിന് പകരമായിട്ട് എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്ന് തൻ്റെ എക്സ്പ്ലനേഷൻ, തൻ്റെ ജസ്റ്റിഫിക്കേഷൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു ഫ്രണ്ട് എന്ന ക്യാരക്ടറെ കുറിച്ച്, ആ ഫ്രണ്ടിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോണലോഗാണ് ഈ സ്റ്റോറി മുഴുവനും. അപ്പോൾ നമുക്കിനി അത് നോക്കാം. കൃഷ്ണൻകുട്ടി മാസ്റ്റർക്ക് ഒരിക്കലും താൻ ചെയ്തത് ഒരു തെറ്റാണെന്ന് അദ്ദേഹം ഒരിക്കലും പറയുന്നില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു റിഗ്രറ്റോ താൻ ചെയ്തത് ശരിയല്ല എന്നോ അങ്ങനെ ഒരിക്കലും തോന്നുന്നില്ല. അദ്ദേഹം ആ ഒരു വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ് ജസ്റ്റിഫൈ ചെയ്യുന്നതിൽ. അദ്ദേഹം ജസ്റ്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. തൻ്റെ അനിയത്തിയോടൊപ്പം അവളെ ശുശ്രൂഷിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും അധിക ദൂരമൊന്നുമില്ല ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അവിടെയുള്ള നാട്ടുകാർ മൊത്തം അറിയും എന്താണ് കൃഷ്ണൻകുട്ടി മാസ്റ്ററുടെ അനിയത്തിക്ക് ഭ്രാന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയും. പക്ഷേ ഇതുപോലും അത്ര വലിയ ഒരു സീനുള്ള കാര്യമല്ല, എല്ലാവരും അറിഞ്ഞ വലിയ പ്രശ്നമെന്ന് വിചാരിക്കാനുള്ള ഒരു കാര്യമല്ല. എന്നാലും ഇതും ഒരു പ്രശ്നമാണ്. തൻ്റെ അനിയത്തിക്ക് ഭ്രാന്താണെന്ന് നാട്ടുകാരറിയുന്നതിൽ എന്താണ് തനിക്ക് യോജിപ്പില്ല. അതുമാത്രമല്ല എന്താണ് പറയുക, തൻ്റെ അപ്പർ ക്ലാസ് നൈബേഴ്സ് എന്ത് വിചാരിക്കും, തന്നെ ഒരു എഷെയിം എന്ന രീതിക്ക് കാണും. അത് തനിക്കിഷ്ടമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ജസ്റ്റിഫിക്കേഷൻ. അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടിയുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സൊക്കെ അദ്ദേഹത്തിൻ്റെ അനിയത്തിയെ കാണാനായി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടാവും. അവരുടെ ഡ്രസ്സിങ് സെൻസും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ എന്താണ് തൻ്റെ അനിയത്തിയും താനും ഒക്കെ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് എന്ന് അവരെ അറിയിച്ചു കൊടുക്കും. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ദളിത് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്, അവരൊക്കെ ഡാർക്ക് സ്കിൻ ടോൺ ആണെന്ന്. ഡാർക്ക് സ്കിൻ ടോണും അത്ര നല്ല വെൽ ഗ്രൂമിംഗ് ഒന്നും ആയിരിക്കില്ല അവർ. സോ അവരുടെ ഇതെല്ലാം വെച്ചിട്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഒരു ദളിതാണെന്ന് എല്ലാവരും അറിയും. അതോടുകൂടി തൻ്റെ സോഷ്യൽ പ്രിവിലേജസ് മൊത്തം നഷ്ടപ്പെടും. അത് തനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം തൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ എല്ലാവരും തന്നെ മോക്ക് ചെയ്യാൻ തുടങ്ങും. തൻ്റെ നൈബേഴ്സ്, അപ്പർ ക്ലാസ് നൈബേഴ്സൊക്കെ എന്ത് ചെയ്യും, തന്നെ മോക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ജസ്റ്റിഫിക്കേഷൻ. ഇനി നമുക്ക് തേർഡ് ജസ്റ്റിഫിക്കേഷൻ നോക്കാം. പിന്നീട് കൃഷ്ണൻകുട്ടി മാസ്റ്ററിൻ്റെ വൈഫ്, അവർ വേറൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന വ്യക്തിയാണ്. അവർക്ക് എന്താ പറയുക, ഈ കൃഷ്ണൻകുട്ടി മാസ്റ്ററുടെ ഫാമിലിയിലെ ആരെയും ഇഷ്ടമല്ല. കാരണം അവരൊക്കെ ഒന്നാമത് ഡാർക്ക് സ്കിൻ ടോണാണ്, അവരൊന്നും അത്ര എന്താണ് പ്രിവിലേജുള്ള ആൾക്കാരല്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഫാമിലിയോട് മൊത്തം ഒരു ഹാറ്റഡ് ഫീലിംഗ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ തൻ്റെ അനിയത്തിയെ കാണാനോ തൻ്റെ അനിയത്തിയെ ശുശ്രൂഷിക്കാനോ ഒരിക്കലും ആര് വരില്ല, വൈഫ് വരില്ല. അഥവാ വന്നാലും വൈഫ് അത്രയും വഴക്കിട്ട് തന്നെ ചീത്ത പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരിക. അതുമാത്രമല്ല വൈഫിനെ ജസ്റ്റിഫൈ ചെയ്യാണ് ഇവിടെ. വൈഫ് എന്താണ് തൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇങ്ങനെ ഹാറ്റഡ് ഫീലിംഗ് കാണിക്കുന്നത് അവളുടെ ഭാഗത്ത് തെറ്റില്ല. കാരണം അവളെന്ന് പറയുന്നത് വേറൊരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ആളാണ്, വൈറ്റ് സ്കിൻ ടോൺ ആണ്, അതുപോലെ സുന്ദരിയും നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളായത് കൊണ്ട് തന്നെ അവൾക്ക് ഇൻഫീരിയർ ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നതും, അതേപോലെ എന്താണ് അത്രയും അൺഎഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരോട് അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല. കാരണം അവളുടെ പ്രിവിലേജസ്, അവളുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ അവൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റായുള്ള ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ, അത് നാച്ചുറലി തോന്നുന്നതാണ് എന്ന രീതിക്ക് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിക്കാണ് ഇവിടെ കൃഷ്ണൻകുട്ടി പറയുന്നത്. അയ്യപ്പൻ സർക്കാസം യൂസ് ചെയ്യാണ് ഇവിടെ. അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടിയുടെ വൈഫിൻ്റെ അതേ ക്യാരക്ടറുള്ള അല്ലെങ്കിൽ അതേ ആറ്റിറ്റ്യൂഡുള്ള അല്ലെങ്കിൽ അതിനേക്കാട്ടിലും ഒരുപാട് ആറ്റിറ്റ്യൂഡ് കൂടുതലായ ഒരാളാണ് കൃഷ്ണൻകുട്ടിയുടെ മകൾ, കൃഷ്ണൻകുട്ടിയുടെ ഡോട്ടർ. അപ്പോൾ അവളും തൻ്റെ അമ്മയെ പോലെ തൻ്റെ കുടുംബക്കാരെയൊന്നും ഇഷ്ടമല്ല. അതിൻ്റെ മേജർ റീസൺ ആണ് അവരൊക്കെ എന്താണ് ഡാർക്ക് സ്കിൻ ടോൺ ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ കൃഷ്ണൻകുട്ടിയുടെ മോൾക്ക് അവരെയൊന്നും ഇഷ്ടമല്ല. അത് അദ്ദേഹം ഒരു ഇൻസിഡൻറ്റ് തൻ്റെ ലൈഫിൽ 5-8 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഇൻസിഡൻറ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത്. 5-8 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണൻകുട്ടിയുടെ അമ്മ, അതായത് ഈ കുട്ടിയുടെ അച്ഛമ്മ,
അച്ചമ്മ പപ്പടവട വാങ്ങി അവൾക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ട് ആദ്യമായിട്ട് അവളെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് അവൾ അത്രയും ബാഡായിട്ടാണ് അവരോട് ബിഹേവ് ചെയ്തത്. അതായത് അവർ കാണാൻ വരണമെന്ന് അറിഞ്ഞപ്പോൾ വാതിൽ തുറന്നിട്ട് തൻ്റെ ഫ്രണ്ടിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. അതായത് കൃഷ്ണൻകുട്ടി ഒരുപാട് അവളോട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് അവളോട് അത്ര പറഞ്ഞിട്ട് അവൾ കേട്ടില്ല, അച്ചമ്മയെ കാണാൻ വേണ്ടി നിന്നില്ല. അവർ വരണമെന്ന് അറിഞ്ഞതും തൻ്റെ ഫ്രണ്ടിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. അതുമാത്രമല്ല, അച്ചമ്മ പോയി കഴിഞ്ഞ ശേഷം മാത്രമാണ് അവൾ തിരിച്ചു വന്നത്. കാരണം അച്ചമ്മ എന്ന് പറയുന്നത് അത്രയും നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഡാർക്ക് സ്കിന്നാണ്, അത് വെൽ ഗ്രൂംഡ് ഒന്നും അല്ല. അതുമാത്രമല്ല, തൻ്റെ മകള് കണ്ടിരിക്കുന്ന അവളുടെ ഫ്രണ്ട്സ് അതുപോലെ എല്ലാവരും എന്താണ് നല്ല വെളുത്തവരും അത്രയും നല്ല സ്റ്റാൻഡേർഡ് ഉള്ളവരുമാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാരെ അവൾ കണ്ടിട്ടുമില്ല, ഇങ്ങനെയുള്ള ആൾക്കാരോട് അവൾ ഒരിക്കലും ഇടപഴകിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ അവൾ എന്താണ് അങ്ങനെ ഒരു സർക്കംസ്റ്റൻസ് വരുമ്പോൾ അത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ മകളെയും കൂടെ ജസ്റ്റിഫൈ ചെയ്യാണ് കൃഷ്ണൻകുട്ടി മാസ്റ്റർ. അതായത് തൻ്റെ അമ്മയ്ക്ക് നല്ലൊരു ഡ്രസ്സൊക്കെ ഉടുത്തിട്ട് അതേപോലെ അമ്മ ഒരു വൈറ്റ് സ്കിൻ ടോണിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ല വെൽ ഗ്രൂമിങ് ആയിട്ടാണ് അന്ന് വന്നിരുന്നതെങ്കിൽ അവൾ ചിലപ്പോൾ എന്താണ് വന്ന് പരിചയപ്പെട്ടേനെ അല്ലെങ്കിൽ നന്നായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടാകുമെന്ന് അമ്മയെ ബ്ലെയിം ചെയ്ത് മകളെ ജസ്റ്റിഫൈ ചെയ്യാണ് കൃഷ്ണൻകുട്ടി മാസ്റ്റർ. പിന്നീട് പറയുന്നത് തൻ്റെ വൈഫാണെങ്കിലും അങ്ങനെ ഫാമിലിയോട് ഹാറ്റഡ് കാണിക്കുന്നതിൽ അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവൾ വളർന്നു വന്ന സിറ്റുവേഷനൊക്കെ അങ്ങനെയാണ്. ഇങ്ങനെയുള്ള ആൾക്കാരോട് ഇടപഴകേണ്ട സിറ്റുവേഷൻ അവൾക്ക് വന്നിട്ടില്ല. കാരണം അവൾ വേറൊരു കമ്മ്യൂണിറ്റിയിൽ വളർന്നുകൊണ്ടത് തന്നെ അവൾക്ക് ഇവരുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അത് അവളുടെ ഭാഗത്തെ മിസ്റ്റേക്കല്ല. അതുപോലെ തന്നെ തൻ്റെ മകളാണെങ്കിലും അത്രയും കൺഫൈൻഡ് ആയിട്ട് എന്താ പറയുക, അതുപോലെ തന്നെ അത്രയും നല്ല സ്റ്റാൻഡേർഡുള്ള ആൾക്കാരോട് മാത്രമേ അവൾ സംസാരിച്ച് വളർന്നിട്ടുള്ളൂ. അതുമല്ല, അവൾ ഇത്രയും അഗ്ലി ആയിട്ട് അല്ലെങ്കിൽ അത്രയും ഒരു വൃത്തിയില്ലാതെ നീറ്റില്ലാതെ ഡ്രസ്സ് ചെയ്ത് കണ്ടിരിക്കുന്നത് ഈ ഭിക്ഷക്കാരിൽ അങ്ങനെയുള്ള പിച്ചക്കാർ അവരിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് തൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ കാണുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ വൈഫിനെയും ഡോക്ടറെയൊന്നും ഒരിക്കലും എന്താണ് ബ്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് കൃഷ്ണൻകുട്ടി പറയുന്നത്. പിന്നീടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇപ്പോൾ വൈഫും മോൾക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, കാണാൻ പോയില്ല. എന്തുകൊണ്ട് കൃഷ്ണൻകുട്ടി കാണാൻ പോകുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ ഇങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ കാണാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിലൊരു കുടുംബ കലഹം ഉണ്ടാവും. അതുപോലെ തന്നെ പരിചയക്കാരെ അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാസ്റ്റ് ഏതാണെന്ന് പുറത്ത് വരും. അദ്ദേഹത്തിൻ്റെ ഒറിജിൻ എന്താണെന്നുള്ള കാര്യം എല്ലാവരും അറിയും. അതുപോലെ തന്നെ തൻ്റെ അപ്പർ ക്ലാസ് നെയ്ബേഴ്സൊക്കെ തന്നെ മോക്ക് ചെയ്ത് തുടങ്ങും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു രോഗിയെ പോയി കാണുക എന്നുള്ളത് നമ്മളുടെ ഒരു റെസ്പെക്റ്റാണ്, നമ്മളുടെ ഒരു മര്യാദയാണ്. അപ്പോൾ അങ്ങനെയുള്ള രോഗികളെ പോയി കാണുന്നത് മര്യാദയുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പം ഞാൻ എന്താണ് എൻ്റെ അനിയത്തിയെ പോയി കണ്ടാലും അവൾക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് കഴിയില്ല, അവൾക്ക് എന്നെ തിരിച്ചറിയാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ളൊരു അനിയത്തിയെ പോയി കണ്ടിട്ട് വന്നിട്ട് ഞാൻ ഫേസ് ചെയ്യേണ്ട കോൺസിക്വൻസസോ അതൊക്കെ വലിയ വലിയ കോൺസിക്വൻസസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ പോയി കാണുന്നതിലും കാര്യമില്ല. അതുമാത്രമല്ല, കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും അവളെ പോയി കാണാതിരിക്കുന്നത് എന്നുള്ള തൻ്റെ ഒരു സൈഡും കൂടി ക്ലിയർ ചെയ്യാണ് കൃഷ്ണൻകുട്ടി. തൻ്റെ അനിയത്തിയോടുള്ള അപ്രോച്ച് കണ്ടിട്ട് തൻ്റെ ഫ്രണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു വില്ലേജിലുള്ള ഫ്രണ്ട്, ആ നൈബറിനെ കുറിച്ച്, ആ ഫ്രണ്ട് ചോദിക്കുന്നത് ഹാവ് യു ഗോൺ മാഡ് ആസ് വെൽ കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ് ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് കൃഷ്ണൻകുട്ടി പറയുന്നത്, എനിക്ക് ഭ്രാന്തല്ല, എനിക്കിങ്ങനെയുള്ള കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും, എനിക്കറിയാം എന്തൊക്കെ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തത്, അതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം തൻ്റെ സിസ്റ്ററിൻ്റെ ഒപ്പം അക്കമ്പനി ചെയ്ത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നൈബേഴ്സ് ഫ്രണ്ട്സൊക്കെ അദ്ദേഹത്തിൻ്റെ ഒറിജിൻ അറിയും. അതുപോലെ തന്നെ അദ്ദേഹത്തെ മോക്ക് ചെയ്യും, അദ്ദേഹത്തെ സോഷ്യലി ഏലിനേറ്റ് ചെയ്യും. കാരണം ഇതെല്ലാം അദ്ദേഹം ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ്. ഇപ്പോഴാണ് കുറച്ച് ടീച്ചറായി അതേപോലെ വേറെ കമ്മ്യൂണിറ്റിയിലുള്ളൊരു ഒരാളെ മാരേജ് ചെയ്ത് ആ ഒരു ഇതൊക്കെ മാറി വന്നാൽ ഇപ്പോഴാണ് ആ പ്രിവിലേജസ് ഒക്കെ കിട്ടുന്നത്. അതെല്ലാം എന്താണ് തനിക്ക് നഷ്ടമാവും. പിന്നീട് പറയുന്നത്, അതായത് ഇതിൽ മൊത്തത്തിൽ പറയുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര തന്നെ എഡ്യൂക്കേറ്റഡ് ആയാലും എത്ര വലിയ ആളാണെങ്കിലും എന്താണ് ഒരു ദളിതായിട്ട് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാരണമാണ്. അതായത് പിന്നെ ഇതിൽ ടൈറ്റിലായ മാഡ്നെസ് അതായത് ലാസ്റ്റും കൂടെ ചോദിക്കുന്നുണ്ട്, ഹാവ് യു ഗോൺ മാഡ് ആസ് വെൽ. അതായത് ഈ മാഡ്നെസ് എന്ന ടൈറ്റിൽ തന്നെ ചോദിക്കുന്നത് അല്ലെങ്കിൽ മെറ്റഫറിക്കലി രണ്ട് രീതിയിൽ അത് പറയുന്നുണ്ട്.
അതായത് ആർക്കാണിത് ശരിക്കും ഭ്രാന്ത്? കൃഷ്ണൻകുട്ടിയുടെ അനിയത്തിക്കാണോ, അതോ ഇന്നും കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ എന്താ പറയുക കളർ കോൺഷ്യസ്നെസ് അങ്ങനെയൊക്കെ പറഞ്ഞ് അതും വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒബ്സസ്ഡ് വിത്ത് കാസ്റ്റ് സിസ്റ്റം അങ്ങനെയുള്ള ആൾക്കാർക്കാണോ ഭ്രാന്ത്? ആർക്കാണ് ഭ്രാന്ത് എന്നൊരു രീതിക്ക് ലാസ്റ്റത്തെ ആ ക്വസ്റ്റ്യൻ എന്താണ് ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ഇമ്പോർട്ടൻറ്റ് തീംസ് എന്ന് പറയുന്നത് എന്താണ് പറയുക, ലോസ്, സഫറിങ്സ്, വയലേഷൻ, ആങ്കർ, സെർച്ച് ഫോർ ആൻ ഐഡൻറ്റിറ്റി ഓഫ് ദളിറ്റ്സ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദളിറ്റ്സ്, അല്ലെങ്കിൽ കോൺസിക്വൻസസ് ഫേസ്ഡ് ബൈ ദളിറ്റ്സ്, അങ്ങനെ ഒരുപാട് തീംസ് ഉണ്ട് ഇതിൽ. അതുമാത്രമല്ല ഓരോ വായനക്കാരുടെ മനസ്സിലേക്കും ഇത് എത്തിക്കുന്നത് നമ്മളൊക്കെ ഒരു ഫേക്കായ വേൾഡിലല്ലേ ജീവിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത്. പിന്നീട് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയ ഇനിയൊരു കാര്യമാണ് എങ്ങനെയാണ് സൊസൈറ്റി ദളിറ്റിനെ ഇഗ്നോർ ചെയ്യുന്നത്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനും അതിനെ സിംബലൈസ് ചെയ്യാനുമാണ് കൃഷ്ണൻകുട്ടി സ്വന്തം അനിയത്തിയെ ഇഗ്നോർ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ പോർട്രേറ്റ് ചെയ്യാൻ കാരണം തന്നെ അതുമൂലം നമ്മളുടെ ഓഥറായ സി അയ്യപ്പൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലൈക്ക് അതുപോലെയാണ് സൊസൈറ്റിയും ദളിത് പീപ്പിളിനെ ഇഗ്നോർ ചെയ്യുന്നു എന്നാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. അല്ലെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പോർട്രേൽ ഓഫ് ദളിത് ഡിലമ ത്രൂ ദ മെറ്റഫർ ഓഫ് മാഡ്നസ്. അതായത് ഇതിൽ ഡിലമ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിലമ പറഞ്ഞാൽ ഒരു ടഫ് സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അതായത് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്താൽ പോലും നമുക്കത് എന്താണ് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഇത് കിട്ടില്ല. നമ്മൾ അത്രയും എന്താണ് ധർമ്മസങ്കടത്തിൽ പെട്ടുപോകുമെന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ഡിലമ എന്ന് പറയുന്നത്. നമുക്ക് ആ സമയത്ത് എന്താ ചൂസ് ചെയ്യേണ്ടത്, നമ്മൾ എല്ലാത്തിൻ്റെയും ഇടയിൽ പെട്ട് നിൽക്കുന്ന അവസ്ഥ എന്ന് പറയില്ല, അതാണ് ഈ ഡിലമ. അപ്പോൾ എന്താണ് ഇതിലെ ദളിത് ഡിലമ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ കൃഷ്ണൻകുട്ടി മാസ്റ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് എന്താണ് തൻ്റെ ക്ലാസ് ആൻഡ് കളർ കോൺഷ്യസ്നെസ്, തൻ്റെ പ്രിവിലേജസ്, തൻ്റെ സ്റ്റാറ്റസ്, അതേപോലെ തൻ്റെ എന്താണ് പറയുക ഒറിജിൻ മറച്ചു വെച്ചിട്ടുള്ള തൻ്റെ പ്രിവിലേജസിൻ്റെ ഒക്കെ ഇടയിൽ പെട്ട് കിടക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് തൻ്റെ അനിയത്തിക്ക് ഇങ്ങനെ വേഴ്സ് കണ്ടീഷൻ ആകുന്നതും അനിയത്തിയെ ശുശ്രൂഷിക്കാനായിട്ട് കഴിയാതിരിക്കുന്നതും. ഈവൻ അദ്ദേഹം ഒരുപാട് ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞാൽ പോലും എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അദ്ദേഹം പറഞ്ഞ ജസ്റ്റിഫിക്കേഷൻ, ആ ജസ്റ്റിഫിക്കേഷൻ അദ്ദേഹം മുൻപോട്ട് വെച്ചാൽ പോലും അദ്ദേഹം ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഒരുപാട് ദയനീയമായ കാര്യങ്ങളാണ് അല്ലേ. തൻ്റെ അനിയത്തിയെ ശുശ്രൂഷിക്കാൻ കഴിയാത്ത അവസ്ഥ, എന്തുകൊണ്ട് അങ്ങനെ, അഥവാ ശുശ്രൂഷിച്ചു എന്ന് പറയുന്നത് താൻ പിന്നെയുള്ള ഫേസ് ചെയ്യേണ്ട കോൺസിക്വൻസസ് വേറെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താ ചൂസ് ചെയ്യേണ്ടതെന്ന് പോലും അറിയുന്നില്ല. എന്നിട്ട് പോലും പിന്നീട് എന്താണ് തൻ്റെ ക്ലാസ് ആൻഡ് കളർ കോൺഷ്യസിന് വേണ്ടിയിട്ട് താൻ എന്താണ് തൻ്റെ അനിയത്തെ ഒരു ഗിവ് അപ്പ് ചെയ്യുന്ന രീതിക്കാണ് അദ്ദേഹം ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ തൻ്റെ വൈഫും അതേപോലെ തൻ്റെ മകൾക്കൊക്കെ വേണ്ടിയിട്ട് തൻ്റെ ഫാമിലിയെ ഗിവ് അപ്പ് ചെയ്യണ വേറൊരു സിറ്റുവേഷൻ അല്ലേ. അത് എന്താ പറയുക, താൻ ഇത്രയും കാലം അത്രയും കോൺസിക്വൻസസ് അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പോഴാണ് ഒരു ടീച്ചർ അതുപോലെ വേറൊരു കമ്മ്യൂണിറ്റിയിലെ ഒരാളെ മാരേജ് ചെയ്തപ്പോൾ തനിക്ക് ആ പ്രിവിലേജസ് ഒക്കെ കിട്ടിയിട്ട് വന്നത്. അപ്പോൾ അത് നഷ്ടമാകുമോ എന്നുള്ളൊരു എന്താണ് തൻ്റെ ഫാമിലിയായിട്ട് അറ്റാച്ച്ഡ് ആയ അത് നഷ്ടമാകുമോ എന്നുള്ളൊരു അതാണ് മറ്റൊരു ദളിത് ഡിലമ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു സമ്മറി നന്നായിട്ട് അറിയുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. അടുത്ത ക്വസ്റ്റ്യനാണ് എലിമെൻറ്റ്സ് ഓഫ് സർക്കാസം, ഐറണി ആൻഡ് ഡാർക്ക് ഹ്യൂമർ ഇൻ മാഡ്നസ്. ഇതിൽ സർക്കാസം, ഐറണി ആൻഡ് ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നതൊക്കെ വേറെ വേറെ സംഭവങ്ങളാണെങ്കിൽ പോലും ഏകദേശം ഒരേ മീനിങ് വരുന്ന പോലെയുള്ള കാര്യങ്ങളാണ്. ഇതിൽ സർക്കാസം, എന്താ ഈ സർക്കാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരാളോട് പോയിട്ട് നിങ്ങൾ ചെയ്തത്, അതായത് എനിക്ക് അയാൾ ചെയ്തത് വളരെ മോശമായിട്ടുള്ള പ്രകടനമാണ്. അപ്പോൾ എനിക്ക് അയാൾ എന്താണ് ഒരു മോക്കേണ്ട രീതിക്ക് ഞാൻ പറയാണ് ചെയ്തത് നന്നായിട്ട് അടിപൊളി ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറയുകയാണ്, അയാളെ മോക്ക് ചെയ്യണം. അതാണ് ഈ സർക്കാസം എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ്ലി ഞാൻ എന്താണ് പറയുക അയാളെ കളിയാക്കുകയാണ്. അതാണ് ഈ സർക്കാസം എന്ന് പറയുന്നത്. അതുപോലെ ഐറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോൺട്രാസ്റ്റഡ് ആയ മീനിങ് ആണ്. ഇപ്പം നമ്മൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്യണത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടായിരിക്കും നടക്കുക. അതാണ് ഈ ഐറണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത് ഒരുതരം കോമഡിയാണ്. പക്ഷേ സോഷ്യലി ടാബു എന്ന് പറഞ്ഞ് കരുതപ്പെടുന്ന കാര്യങ്ങളെ വെച്ച് നമ്മൾ കോമഡി ചെയ്യുന്നത്, അതാണ് ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. ഈ ഷോർട്ട് സ്റ്റോറിയിലെ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്, അതായത് തൻ്റെ അമ്മ കൃഷ്ണൻകുട്ടിയുടെ മോളെ കാണാൻ വന്ന സമയത്ത് കൃഷ്ണൻകുട്ടിയുടെ മോള് അവർ ഡാർക്ക് സ്കിൻ കളറാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അവരെ കാണാതിരിക്കാൻ വേണ്ടി ഫ്രണ്ട് ക്വാർട്ടേഴ്സിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിവരിച്ചു. എന്നിട്ട് കൃഷ്ണൻകുട്ടി അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്, തൻ്റെ മോള് ഡാർക്ക് കോംപ്ലക്ഷനിൽ ഉള്ള ആ ഒരു കളറിലുള്ളവരെ കണ്ടിരിക്കുന്നത് ബെഗേഴ്സിനെയും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു തരം തമിഴൻസ് അങ്ങനെയുള്ളവരെയൊക്കെയാണ് ഈ ഡാർക്ക് പീപ്പിളായിട്ട് കണ്ടിരിക്കുന്നത്. തൻ്റെ ഫാമിലിയിൽ ഒരാളെ അവൾ അങ്ങനെ കണ്ടിട്ടില്ല. സോ അങ്ങനെ കാണേണ്ടി വന്ന സിറ്റുവേഷൻ കൊണ്ടാണ് അവളത് അവോയ്ഡ് ചെയ്ത് പോകുന്നതും. അപ്പോൾ ഇതൊക്കെയാണ് അതിലുള്ള ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോൾ ഓഫ് കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻ ദ ലൈഫ് ഓഫ് കൃഷ്ണൻകുട്ടി. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യനാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഇൻ മാഡ്നസ്. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. എല്ലാം നമ്മൾ ഏകദേശം ഡിസ്കസ് ചെയ്തു.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്, അതേപോലെ ഞാൻ പറഞ്ഞതിൽ വെച്ചിട്ട് നിങ്ങൾ എനിക്കൊരു ഫീഡ്ബാക്ക് തരികയാണ് എന്നുണ്ടെങ്കിൽ എനിക്കത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരൂ. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ബൈ.